നമസ്കാരം. എൻ്റെ പൊതുജീവിതത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ നിമിഷങ്ങളിലൊന്നാണിത്. നാരായണമൊഴി ബഡ് സ്കൂളിലെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തമായി ഒരു സ്കൂൾ ബസ്. ഒറ്റപ്പെട്ട മലയോര മേഖലകളിൽ നിന്നും ഈ കുഞ്ഞുങ്ങളെ സ്കൂളിലെത്തിക്കാൻ ഏറെ പ്രയാസപ്പെട്ട നിർധനരായ രക്ഷകർത്താക്കൾക്ക് ഒരാശ്വാസം. അത് സഫലമാകുമ്പോൾ MLA എന്ന നിലയിലും ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്ന നിലയിലും ഏറെ ആഹ്ലാദവും അഭിമാനവും മനസ്സിൽ നിറയുന്നു. MLA എന്ന നിലയിൽ റാന്നി മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന റാന്നി നോളജ് വില്ലേജ് പദ്ധതിയുടെ ഭാഗമായി എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും ഭൗതിക സാഹചര്യം വിലയിരുത്താൻ നടത്തിയ എഡ്യൂക്കേഷൻ സർവേയിലാണ് ഇത്തരമൊരു പരിമിതി ബോധ്യപ്പെട്ടത്. അങ്ങനെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഈ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് കൈമാറുന്നു. ഇനി ആർത്തുല്ലസിച്ച് മറ്റ് ആളുകളെ ആശ്രയിക്കാതെ രക്ഷകർത്താക്കൾക്ക് ഒരു ഉത്കണ്ഠയുമില്ലാതെ സുരക്ഷിതമായി ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലേക്ക് എത്താം. ഈ ഓണസമ്മാനം അവർക്ക് നൽകാൻ കഴിഞ്ഞതിൽ ഏറെ ആഹ്ലാദമുണ്ട്. ജില്ലയുടെ കളക്ടർ ശ്രീ പ്രേംകൃഷ്ണൻ IAS ഈ പദ്ധതിയുടെ നിർവഹണത്തിൽ വന്ന തടസ്സങ്ങളെല്ലാം നീക്കുന്നത് നൽകിയ പിന്തുണയും ഈ അവസരത്തിൽ പ്രത്യേകമായി ഓർക്കുന്നു. ഈ ബഡ് സ്കൂളിന്റെ ചുമതലയുള്ള ഗ്രാമപഞ്ചായത്ത്, ഇവിടുത്തെ PTA അംഗങ്ങൾ, അധ്യാപകർ എല്ലാവരുടെയും പിന്തുണയ്ക്ക് നന്ദി പറയും.